السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. സ്നേഹസമ്പന്നരായ പ്രൊഫഷണൽ വിദ്യാർത്ഥിനികളെ, സത്യാന്വേഷികളായ ഇതര മത ആദർശ വിശ്വാസത്തിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, മരണശേഷം എന്ന ഏറെ ഗൗരവമുള്ള ഒരു വിഷയത്തിലാണ് അല്പസമയം നിങ്ങളുമായി ഈ വേദി പങ്കിടുന്നത്. മനുഷ്യന്റെ ജീവിതം വളരെ അത്ഭുതകരവും നമ്മുടെ ഗൗരവമായ ചിന്തക്ക് വിഷയീഭവിക്കേണ്ടതുമാണ്. അതിസങ്കീർണമായ ഘടന നൽകപ്പെടുകയും അത്ഭുതകരമായ സൃഷ്ടി വ്യവസ്ഥ കൊണ്ട് സമ്പന്നമാവുകയും ചെയ്ത ജീവിതമാണ് മനുഷ്യന്റെ ജീവിതം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്ത് അദ്ദാരിയാത്തിൽ 51-ാം അധ്യായത്തിലെ 55-56 വചനങ്ങളിൽ അല്ലാഹു പറഞ്ഞത്, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മെ ആരാധിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ലക്ഷ്യത്തോടെ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യ സമൂഹം അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അദ്ദാരിയാത്തിലെ 21-22 വചനങ്ങളിൽ പറഞ്ഞത്, വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഈ ഭൂമിയെ ശരിക്കും ശ്രദ്ധിക്കുന്നവർക്ക് അത്ഭുതങ്ങളുടെ കലവറയായി ഈ പ്രപഞ്ചത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. മനുഷ്യ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ കലവറയാണ്. ശരീരമെന്ന ഈ മഹാ അത്ഭുതത്തെ സംവിധാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ അറുപ്പും വെറുപ്പും തോന്നുന്ന ഏറ്റവും ലളിതമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യൻ എന്ന മഹാപ്രതിഭാസത്തെ സൃഷ്ടിച്ചു എന്നത് ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിമ്മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്. വിശുദ്ധ ഖുർആനിലെ 85-ാം അധ്യായത്തിലെ 5, 6, 7 വചനങ്ങളിൽ മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നും 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് പുരുഷൻ ശപിക്കുന്ന 2 മില്ലിലിറ്റർ ഇന്ദ്രിയത്തിൽ നിന്നും എങ്ങനെയാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? യഖ്റുജു, അത് പുറപ്പെടുന്നു, യഖ്റുജു, അവൻ പുറപ്പെടുന്നു, മിൻ ബൈനി സുൽബി വതറായിബ്, നെഞ്ചല്ലുകളുടെയും വാരിയല്ലുകളുടെയും ഇടയിൽ നിന്ന് മനുഷ്യനെ പടച്ചുതമ്പുരാൻ സൃഷ്ടിക്കുകയാണ്. 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജം അണ്ഡവുമായി കൂടിച്ചേരുന്നു. അത് സിക്താണ്ഡമായി, സൈക്കോട്ടായി, സുമ്മ ഖലഖനൻ നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുളഅ ഫഖലഖനൽ മുളഅത ഇലാമ ഫകസൗനൽ ഇലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനമാണ്. ഈ ഇന്ദ്രിയത്തുള്ളിയെ മാംസപിണ്ഡമായി അതിന്റെ ജനിതക കോഡുകളിൽ അതിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഈ ഭൂമിയിൽ നിന്ന് പുതിയ അറിവുകൾ അവർ ആർജിക്കുന്നില്ല. ലോകത്ത് പുതിയ പഠനങ്ങൾ നടക്കുന്നില്ല. അവരുടെ വീടുകൾക്ക് മാറ്റമില്ല, അവരുടെ രൂപങ്ങൾക്ക് മാറ്റമില്ല, അവരുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റമില്ല. നമുക്കറിയാം, ലോകത്തിലെ ദേശാന്തര ഗമനം നടത്തുന്ന ആർട്ടിക് ടേൺ എന്ന് പറയുന്ന
പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് 17,000 കിലോമീറ്റർ അത് താണ്ടുന്നത് അതിന്റെ ജനിതക കോഡിലെ വ്യവസ്ഥയനുസരിച്ചാണ്. അതിൽ നിന്ന് മാറ്റം വരുത്താൻ അതിന് സാധ്യമല്ല. ഹീൽ മത്സ്യങ്ങൾ സർഗാസോ കടലിൽ മുട്ടയിട്ട് തലയും വാലുമടിച്ച് അവിടെ മരിച്ചു വീഴുന്നത് അതിന്റെ ജനിതക കോഡുകളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. മൊണാർക്ക് ചിത്രശലഭങ്ങൾ ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്ന് കോളനികളായി അതിന്റെ ദേശാന്തര ഗമനം നടത്തുന്നത് അതിന്റെ ജനിതക കോഡുകളിൽ പടച്ചതമ്പുരാൻ സംവിധാനിച്ച അതിന്റെ പ്രോഗ്രാം സിസ്റ്റം അനുസരിച്ചാണ്. എന്നാൽ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നും അറിയാത്തവനായി പുറത്തു വരികയാണ്. അൻചല്ലദീ വലദതുക ഉമ്മുക ബാഖിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ വജ്ഹദി ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറ. വിഖ്യാതനായ ഒരു കവിയുടെ 4 വരി അറബിയിലെ കവിതയാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. അൻചല്ലദീ വലദതുക ഉമ്മുക ബാഖിയ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന അവസ്ഥയിൽ നീ കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമുഖത്തേക്ക് വന്നത്. നിന്റെ ജന്മം നിന്റെ ഉപ്പയുടെ ചുണ്ടുകളിൽ പുഞ്ചിരി പൂത്തുല്ലസിപ്പിച്ചു. നിന്റെ മാതാവ് നിന്റെ ജന്മമോർത്ത് പുഞ്ചിരിച്ചു. നിന്റെ നാട്ടുകാർ, നിന്റെ സുഹൃത്തുക്കൾ എല്ലാം നിന്നെയോർത്ത് ചിരിച്ചു. പക്ഷെ നീ കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമുഖത്തേക്ക് ഭൂജാതമായത്. അതുകൊണ്ട് മനുഷ്യ, ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ ഭൂമുഖത്തേക്ക് വന്ന നിനക്ക് ചുണ്ടുകളിൽ പുഞ്ചിരി പൂത്തുല്ലസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകാൻ സാധിക്കണം. എങ്ങോട്ട്? നിന്നെ സൃഷ്ടിച്ച നാഥനിലേക്ക്, ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച സംവിധാനിലേക്ക്. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥനിലേക്കുള്ള സൂറത്ത് മുൽക്കിൽ പറഞ്ഞ ആ മടക്കം ഇലല്ലാഹി മർജിഉക്കും ജമീഅ ഫഉനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ നിങ്ങൾ എല്ലാവരും മടങ്ങിച്ചെല്ലുന്നത് നിങ്ങളോട് ചോദിക്കാതെ, നിങ്ങളോട് പറയാതെ, നിങ്ങൾ അറിയാതെ നിങ്ങൾക്കൊരു ജീവിതം നൽകിയ പറയപ്പെടാനൊന്നുമല്ലാത്ത, വിശേഷമായി പറയാൻ ഒരു അഡ്രസ് ഇല്ലാത്ത നിന്നെ സൃഷ്ടിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും സ്ത്രീയുടെ പുരുഷന്റെ മിശ്രിതമായ ഇന്ദ്രിയത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ നിന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോ പൊന്തി നിൽക്കുന്ന 2 മാർഗങ്ങൾ നിന്റെ മുമ്പിൽ കാണിച്ചു തന്നിരുന്നു. ആ മാർഗത്തിൽ ധർമ്മബോധമുണ്ട്, ആ മാർഗത്തിൽ ന്യായമുണ്ട്, ആ മാർഗത്തിൽ മാർഗദർശനമുണ്ട്. ആ വഴി സ്വീകരിച്ച് നിന്റെ ജീവിതത്തെ വിപുലീകരിച്ച് നിന്റെ മനസ്സിനെ ശുദ്ധീകരിച്ച് 81 അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. അതേ ആത്മാവിനെ ആര് ശുദ്ധപ്പെടുത്തിയോ, ആർ വിമലീകരിച്ചുവോ അവർ വിജയിച്ചു എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാട്. മനുഷ്യനെന്ന ഈ മഹാപ്രതിഭാസത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചവർ വളരെ കുറവാണ്. ജന്തുലോകത്തുനിന്ന് വിഭിന്നമായി 200 കോടി ബൃഹത് ഗ്രന്ഥങ്ങളുടെ വിജ്ഞാനം ശേഖരിക്കാനുള്ള കപ്പാസിറ്റി നൽകിയ ഒരു മെമ്മറി സിസ്റ്റം, ഒരു തലച്ചോറ്, അസ്ഥികപാലം എന്ന് പറയുന്ന അതിശക്തമായ തലയോട്ടിക്കുള്ളിൽ അത് സംരക്ഷിച്ച പടച്ച തമ്പുരാൻ തലച്ചോറിനെ ഞാൻ വിശേഷപ്പെട്ട ഒരു വസ്തുവാണ്, അതുകൊണ്ട് തന്നെ എന്റെ പുറന്തോട് ശക്തമാകണമെന്ന ബുദ്ധി തലച്ചോറിൻ്റെതല്ല. തലച്ചോറിനെ സൃഷ്ടിച്ചവനാരോ അവനറിയാം അതിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് തലയോട്ടി ഏറ്റവും ശക്തമായ തലയോട്ടിക്കുള്ളിൽ മനുഷ്യന്റെ തലച്ചോറിനെ അള്ളാഹു സംവിധാനിച്ചു വെച്ചത്. നമ്മുടെ ശരീരത്തിലെ 360 സന്ധികളും അത്ഭുതകരമായി സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ആരുടെ വിരലടയാളവും ഒരുപോലെയല്ല, ആരുടെ തലമുടിയും ഒരുപോലെയല്ല, ആരുടെ ഉമിനീരും ഒരുപോലെയല്ല, ആരുടെ ശരീരത്തിന്റെ ഗന്ധവും ഒരുപോലെയല്ല, ആരുടെ കണ്ണിലെ കൃഷ്ണമണിയും മറ്റൊരാൾക്ക് തുല്യമില്ല. എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിങ്ങളിൽ ഒരാൾക്കുമില്ല, എന്റെ തലമുടി പോലെ നിങ്ങൾക്കൊരാൾക്കുമില്ല, എന്റെ ശരീരത്തിന്റെ ഗന്ധം ലോകത്തൊരു പുരുഷനുമില്ല, എന്റെ നാവിന്റെ സാധമുഖലങ്ങളിലെ ഉമിനീരുകൾ വേറൊരാൾക്കില്ല. അങ്ങനെ വൈവിധ്യമായി വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. അങ്ങനെ നിങ്ങൾക്കറിയാം, മിനിറ്റിൽ 72 തവണ സ്പന്ദിക്കുന്ന
ഹൃദയം, മനുഷ്യന്റെ ഹൃദയമാണ് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. സൂറത്ത് ബഖറയിലെ 6-7 വചനങ്ങളാണ്. അവന്റെ ഹൃദയത്തിൽ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. ചിന്തിക്കാനുള്ള ഒരു ഹൃദയം നാം അവന് നൽകി, കാണുവാനുള്ള, കണ്ട് മനസ്സിലാക്കുവാനുള്ള, കേട്ട് ഗ്രഹിക്കുവാനുള്ള, കാണുവാനുള്ള ഒരു കാതും അവന് നൽകി എന്ന് ഖുർആനിലെ 7-ാം അധ്യായം 179-ാമത്തെ വചനത്തിൽ സർവശക്തനായ പടച്ചതമ്പുരാൻ പറയുകയാണ്. ഈ മനുഷ്യൻ, ഈ വിശേഷപ്പെട്ട മനുഷ്യൻ 70 കൊല്ലം ജീവിക്കുന്നു, 80 കൊല്ലം ജീവിക്കുന്നു, കൂടിയാൽ 120 കൊല്ലം ജീവിക്കുന്നു. അവൻ എന്തേ ഈ ഭൂമുഖത്ത് ചെയ്തത്? മാതാവിനെ പീഡിപ്പിച്ച്, ഭാര്യയെ പീഡിപ്പിച്ച്, മക്കളെ പോലും കാമാസക്തിയോടെ നോക്കിക്കണ്ട് അയൽവാസിയെ മർദ്ദിച്ച്, രാജ്യത്തിന് ഉപദ്രവമായി, സ്വന്തത്തിനോ കുടുംബത്തിനോ സമൂഹത്തിനോ യാതൊരു പ്രയോജനവുമില്ലാത്ത വൃണിത ഹൃദയം പേറിയ, ഊശ്വര ഹൃദയം പേറിയ ഒരു യൗവനമുണ്ട് നമ്മുടെ ലോകത്ത്. MSM-ന്റെ ഈ മഹത്തായ സമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, എന്റെ പ്രിയപ്പെട്ട അനുജത്തിമാരോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ ബഹുമാനനായ ഋഷാദ് സിംഗ് പറഞ്ഞ പോലെ റോട്ടിൽ കിടന്ന് കേവലം 2 വീലർ സവാരിയിലൂടെ, ബ്ലൈൻഡ് വർഷിപ്പ് സ്പീഡിലൂടെ അൽ അജ്ലത്തു മിനശ് ശൈത്താൻ എന്ന് പ്രവാചകൻ പറഞ്ഞ വേഗത പൈശാചികമാണെന്ന് പറഞ്ഞ ഒരു 2 വീലർ സവാരിയിൽ തീർക്കേണ്ടതല്ല നമ്മുടെ യൗവനം. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മചൈതന്യത്തിന്റെ പരിശുദ്ധതയിലൂടെ, താനെന്ന വ്യക്തിയിലൂടെ സ്വന്തം കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടവർ, രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളികളാകേണ്ടവർ, മയക്കുമരുന്നിനും മദ്യത്തിനും മദിരാക്ഷിക്കും അടിമപ്പെട്ട് മൊബൈലുകളുടെ അടിമകളായി, ഇന്റർനെറ്റുകളുടെ അടിമകളായി, കായിക താരങ്ങളുടെ കേവല പാട്ടുപാടുന്നവരായി, അവരുടെ മേൽക്കോയ്മ പറയുന്നവരായി, അവർക്ക് ഓശാന പാടുന്നവരായി, അവർക്ക് കയ്യടികൾ നൽകുന്നവരായി ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾ എന്ന ഗുഡ് പേഴ്സൺ, അല്ല നമുക്ക് നൽകിയ ഒരു ജീവിതം, ആ അല്ല നൽകിയ ജീവിതം പെട്ടെന്ന് റോഡരികുകളിൽ പൊലിഞ്ഞു പോകും, റെയിൽവേ ട്രാക്കുകളിൽ പൊലിഞ്ഞു പോകും, ഫ്ലൈറ്റ് ദുരന്തങ്ങളിൽ പൊലിഞ്ഞു പോകും, അറ്റാക്കുകളിൽ പൊലിഞ്ഞു പോകും, മാരകമായ രോഗങ്ങൾ പിടിപെട്ട്, രതിജന്യ രോഗങ്ങൾ പിടിപെട്ട്, അതുപോലെ ഗൊണോറിയയും സിഫിലിസും അതുപോലെയുള്ള മാരകമായ എയ്ഡ്സും രതിജന്യ രോഗങ്ങൾ പിടിപെട്ട് ആർക്കും വേണ്ടാത്തവരായി, കവിളിൽ ക്യാൻസർ വന്ന് ആർക്കും വിലയില്ലാത്തവരായി, മദ്യപാനികളായി ഈ ഭൂമിയുടെ മണ്ണോട് മണ്ണ് ചേർന്ന് ജീവിക്കേണ്ടവരല്ല നമ്മൾ. തൊഴുത്തിലെ പശുവിന് കിട്ടുന്ന ഉപകാരം, തൊഴുത്തിലെ പശു ഉണ്ടാക്കുന്ന നന്മ അതുപോലെ ഉണ്ടാക്കാൻ വലക്കത് കർറംന ബനി ആദം എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ യുവാക്കളെ, ഈ യൗവനം കൊണ്ട് കാര്യമില്ല. എനിക്കൊരു നല്ല മകനാകാൻ, എനിക്കൊരു നല്ല ഭർത്താവാകാൻ, എനിക്കൊരു നല്ല പിതാവാകാൻ, എനിക്കൊരു നല്ല പ്രബോധകനാകാൻ, എനിക്കൊരു രാജ്യസ്നേഹിയാകാൻ, എനിക്ക് നന്മയുള്ള ഒരു വ്യക്തിയാകാൻ എന്റെ ജീവിതത്തിലേക്ക് ഇസ്ലാം വെളിച്ചം വീശുകയാണ്. മനുഷ്യരോട് പറഞ്ഞു, അതെ, വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമിയുടെ അലങ്കാരം, ഈ ഭൂമിയുടെ പറുദീസ, ഈ ഭൂമിയുടെ സൗന്ദര്യം അത് കണ്ട് കണ്ണഞ്ചി ഊട്ടിയിൽ, കൊടൈക്കനാലിൽ, ലോകത്ത്, ഹോങ്കോങ്ങിൽ, അതുപോലെ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ സൗന്ദര്യാസ്വാദനവുമായി, പ്രകൃതി ആസ്വാദനവുമായി കടന്നുചെന്ന് അതൊക്കെ കണ്ട് സുഖിച്ച്, ആനന്ദിച്ച്, ഉല്ലസിച്ച്, ആർത്തുല്ലസിച്ച് ജീവിച്ച് കഴിഞ്ഞു പോകേണ്ട ജീവിതമല്ല നിങ്ങളുടേത്. നിങ്ങൾക്ക് മരണം നിശ്ചയിച്ചത് നിങ്ങളുടെ കരുണാമയനായ നാഥനാണ്. നിങ്ങൾക്ക് ജീവിതം നിശ്ചയിച്ചതും അവന്. എന്തിനു വേണ്ടി എന്ന ചോദ്യം പ്രസക്തമാണ്. പല യുവാക്കളും ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യം സ്വന്തത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ ലക്ഷ്യമറിയാത്ത, ജീവിതത്തിന്റെ ജയാപജയങ്ങൾ അറിയാത്ത നമ്മുടെ തലമുറ എന്തിന് ഞങ്ങൾ ജീവിക്കുന്നു എന്ന ചോദ്യം, മോനെ, അതിന് മറുപടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട അനുജ, നിന്റെ ചോദ്യത്തിന് മറുപടിയുണ്ട്. അതെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായ നന്മ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. നിങ്ങളിൽ ആരാണ് സമൂഹത്തിന് സേവനം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ സച്ചരിതരായ ആളുകളുടെ പാത സ്വീകരിച്ച് സുകർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. ഇല്ല, പ്രോഫ്കോണിന്റെ ഈ വേദിയിലേക്ക്
ഈ സദസ്സിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഇല്ല, നിങ്ങളുടെ ജീവിതത്തിന് ഇത് നന്മയല്ലാതെ തിന്മ വരുത്തുകയില്ല. ഇത് നിങ്ങൾക്ക് വളർച്ചയല്ലാതെ ഉമ്മാക്ക് സന്തോഷം നൽകുന്ന, ഉപ്പാക്ക് സന്തോഷം നൽകുന്ന, നാട്ടുകാർക്ക് സന്തോഷം നൽകുന്ന, സ്വന്തം ജീവിതത്തെ ആസ്വദിക്കുന്ന, അതേ നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടെന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, അം ഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അതല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന്? അയഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദാ. ഖുർആനിലെ 23-ാം അധ്യായം 115-ാമത്തെ വചനം ഖുർആനിലെ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്. 76-ാം അധ്യായം സൂറത്ത് ഖിയാമ 36-ാമത്തെ വചനം, 18-ാം അധ്യായം 7-ാമത്തെ വചനം, 62-ാം അധ്യായം 2-ാമത്തെ വചനം. ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. നിന്റെ ഓരോ നോട്ടവും സൗഭാഗ്യമാണ്, നിന്റെ കയ്യിന്റെ ചലനം സൗഭാഗ്യമാണ്. ജനങ്ങളെ, പെട്ടെന്ന് കടന്നു വരുന്ന മരണം ഓർച്ചിട്ടുണ്ടോ നിങ്ങൾ? ഗൾഫിൽ നിന്ന് പെട്ടികെട്ടി യാത്ര പുറപ്പെട്ട് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഞാനിത് ആ ഫ്ലൈറ്റ് കയറുന്നു എന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് കയറി ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിനിടയിലാണ് 165 വരുന്ന, അല്ലെങ്കിൽ അതിൽ കുറവ് വരുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ആളുകൾ മംഗലാപുരത്തിന്റെ ട്രാക്കിൽ ഫ്ലൈറ്റ് താഴെ ഡൗൺ ചെയ്ത് സ്ലിപ്പായി അവിടെ മരിച്ചുപോയത്. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി. റോഡരികിൽ ആക്സിഡന്റ് ആയി, അതുപോലെ ഒരാളുടെ കടാരക്ക് വിധേയമായി ഏത് നിമിഷവും പൊലിഞ്ഞു പോകുന്ന ഒരു ജീവിതമാണ് മനുഷ്യന്റെ ജീവിതം. അള്ളാഹു നൽകിയ യുവത്വത്തെ, അള്ളാഹു നൽകിയ ആയുസ്സിനെ ആ പെട്ടെന്ന് കടന്നു വരുന്ന മരണത്തിന്റെ മുമ്പിൽ നിസ്സഹായനായി നോക്കി നിന്ന, കരഞ്ഞ, ആർത്തട്ടഹസിച്ച എന്റെ ഒറ്റ മോൻ നാളെ എഞ്ചിനീയറായി, എന്റെ കുടുംബത്തിന് താങ്ങുന്തണലുമായി, എന്റെ കുടുംബത്തിന് താടിയായി, അഭിമാനമായി എന്റെ മോൻ വളരുമെന്ന് പ്രതീക്ഷിച്ചതിനിടയിൽ പുടുങ്ങനെ കടന്നു വന്ന മരണം. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. ഒരു നായിക അല്ലാഹു നിങ്ങളെ പിന്തിച്ചിടുകയില്ല. ആ സമയമെത്തിയാൽ യാ അയ്യുഹല്ലദീന ആമനു, അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ വഅൻഫിഖൂ മിമ്മാ റസഖനാഹും മിൻ ഖബൽ. അല്ലാഹു പറയാൻ, നിങ്ങൾക്ക് മരണം വരുന്നതിന് മുമ്പ് ഇദാ ജാ അജലുഹ, ആ അജലി എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. 16-ാം അധ്യായം 61-ാമത്തെ വചനം, 35-ാം അധ്യായം 45-ാമത്തെ വചനം, 63-ാം അധ്യായം 10-ാമത്തെ വചനം. ഇല്ല സഹോദര, ഇല്ല ഒരു യുവാവിനും ഒരു യുവതിക്കും, ചെറിയ കുട്ടിയായിരിക്കാം, വലിയവരായിരിക്കാം, ആരുമായിരിക്കാം, വിവാഹം കഴിഞ്ഞ് 10 കൊല്ലം കുട്ടിയുണ്ടായില്ല. ഒരു ഫാമിലിക്ക് 10 കൊല്ലത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ചെറുതായി വളരാൻ തുടങ്ങി. അവൻ കമയില് കിടക്കാൻ തുടങ്ങി. പിന്നെ കൈ വെച്ച് അവൻ നടക്കാൻ തുടങ്ങി. ആ ഇടയിലാണ് ഒരു മൂർഖൻ പാമ്പ് അവനെ കടിക്കുന്നത്. സഹോദര, പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. 10 കൊല്ലത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്കുന്നു. അതും ഒരു ആൺകുട്ടി. 2 വയസ്സാകുന്നതിന് മുമ്പ് പാമ്പ് കടിയേറ്റ് അവൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. എന്റെ അയൽവാസിയായ ലത്തീഫ് സാഹിബിന്റെ മകളുടെ കുഞ്ഞ് മരിക്കുന്നത് ഇതുപോലെയാണ്. ബാപ്പയുടെ, വല്യാപ്പയുടെ മടിത്തട്ടിൽ നിന്ന് കൊഞ്ചിക്കൊണ്ടിരിക്കുന്നിടയിൽ തെങ്ങിൽ നിന്ന് തേങ്ങ വീണ് തലച്ചോറ് കലങ്ങി മരിച്ചു പോകുമ്പോഴും ഏത് വേദനകൾക്കിടയിലും അറിയുക, പരമകാരുണ്യനായ റബ്ബിന്റെ അപാരമായ അലങ്കരിക്കപ്പെട്ട വിധിക്ക് വിധേയമായി അരോഗതടകാത്രനായ, ആരോഗ്യമുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ ആരും ഒന്നറ്റാക്ക് വന്നാൽ, അതേ ഫുട്ബോളിന്റെ ട്രാക്കിൽ, ഫുട്ബോളിന്റെ മൈതാനത്ത് കാലുകൊണ്ട് പമ്പടിച്ച് അല്പം ഒന്ന് കറങ്ങി റിവേഴ്സ് ഗിയറിൽ വന്ന് അറിയാതെ ഗ്രൗണ്ടിൽ വീണ് മരിച്ച വിപ്ലവകരമായ വലിയ ലോകമറിയപ്പെട്ട വലിയ ഫുട്ബോളർമാർ, ഡോക്ടർമാർ, അതിവിദഗ്ധന്മാരായ ആളുകൾ എല്ലാവരും മരിച്ചു പോകും. എല്ലാവരും മരിക്കും. ആ മരണത്തിനിടയിൽ ഒരു ജീവിത ലക്ഷ്യം. മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ യൗവനം അത് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യന്റെ യുവത്വം, അല്ലേ, മനുഷ്യന്റെ യുവത്വം അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഒന്ന് വളരെ ഗൗരവമായി ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ആലോചിക്കണം. യൗവനം എന്ന് പറഞ്ഞാൽ നല്ല വിടർന്ന മുഖം, നല്ല ഓജസ്സുള്ള കണ്ണുകൾ, നല്ല തെളിഞ്ഞ മുഖം, സ്മാർട്ടായ ആളുകളെ. പക്ഷേ ഇന്ന് കവലകളിൽ, നാൽക്കവലകളിൽ, കോളേജ് ക്യാമ്പസുകളിൽ, അതേ ബാംഗ്ലൂരിന്റെ, കോയമ്പത്തൂരിന്റെ, കേരളത്തിന്റെ ക്യാമ്പസുകളിൽ മദ്യപിച്ച് മയക്കുമരുന്നിനടിമപ്പെട്ട് പെട്ടടിയിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലഹരി മൂത്ത്
പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് അനുഭൂതികൾ ആസ്വദിക്കുന്ന ഒരു പുതിയ യുവത്വത്തിന് കാലത്ത് നയിക്കാൻ കഴിയില്ല, ലോകത്തെ നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്രിക്കറ്റിന്റെ പിന്നാലെ, വിനോദങ്ങളുടെ പിന്നാലെ, മയക്കുമരുന്നുകളുടെ പിന്നാലെ, മദ്യത്തിന്റെ പിന്നാലെ, പുകവലിയുടെ പിന്നാലെ, സിനിമയുടെ പിന്നാലെ ഒരു പ്രയോജനവുമില്ലാത്ത മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കളി കാണുന്നതിലൂടെ കളിക്കുന്നവൻ കോടി സമ്പാദിക്കുന്നുണ്ട്, അവന് ബാങ്ക് ബാലൻസ് ഉണ്ട്, അവന്റെ കുടുംബം രക്ഷപ്പെടുന്നുണ്ട്. പഠിക്കേണ്ട സമയത്താണ് നീ ഇരുന്നത്, പഠിക്കേണ്ട സമയത്താണ് നീ കഴിച്ചത്, പഠിക്കേണ്ട സമയത്താണ് നീ ടൂർ പോയത്, പഠിക്കേണ്ട സമയത്താണ് നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചത്. ഓർക്കുക, ഒരിക്കലും റിട്ടേൺ ഇല്ലാത്ത ആ യൗവനം. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി മുമ്പ്. എന്റെ യൗവനം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇരട്ടപ്പോരത്വമുള്ള എന്റെ യൗവനം എനിക്ക് പായ്വേലയായി. ലോകത്ത് കവികൾ, സാഹിത്യകാരന്മാർ ജീവിതത്തിന്റെ ഒടുവിൽ വിലപിച്ചിട്ടുണ്ട്. എത്ര ഉന്നതന്മാരെങ്കിലും അവർ വിലപിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, എന്റെ പ്രിയപ്പെട്ട അനുജത്തിമാരോട്, പോവുക നിങ്ങൾ നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക്, നിങ്ങളുടെ പട്ടണങ്ങളിലേക്ക്, ജാതിമത ഭേദമന്യേ അല്ലാഹുവിന്റെ അടിമകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക. മനുഷ്യർക്ക് ആശ്വാസമായി, മനുഷ്യർക്ക് ശാന്തിയായി അവരുടെ യൗവനത്തെ അവർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ കടന്നു ചെല്ലുക. റജുലാനി തഹാബാ ഫില്ലാഹ് ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന, അല്ലാഹുവിന് വേണ്ടി പിണങ്ങുന്ന ഒരു യൗവനം. ഇന്ന് മുഖത്തോജസ്സില്ല, കണ്ണുകൾ ഉള്ളോട്ട് തള്ളി, നാവുകൾ ചലിക്കുന്നില്ല, വരക്കുന്ന ചുണ്ടുകൾ, നേരെ നിൽക്കാൻ പറ്റാത്ത കൈകാലുകൾ. അങ്ങനെ ഒരു യുവത്വത്തെ ഭൂരിപക്ഷത്തെ നമ്മൾ കാണുന്നുണ്ട്. അവർ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? അവരുടെ കരച്ചിലുകൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? അവർ വഴിവെച്ചു പോയ ഏതോ ഒരു നിമിഷമുണ്ടായിരുന്നു. അവർ സ്വയം പിഴച്ചതല്ല, അവരെ പിഴപ്പിക്കാൻ ഇവിടെ സാമ്രാജ്യ ശക്തികൾ ഉണ്ടായിരുന്നു, അധർമ്മകാരികൾ ഉണ്ടായിരുന്നു. അവരുടെ മാതാവും പിതാവ് പോലും അവരെ പിഴപ്പിച്ചതിൽ പങ്കാളികളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പൊടുന്നനെയുണ്ടാകുന്ന മരണവും ലോകത്തോട് നാം വിട പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നവും അല്ലാഹു നമുക്ക് നൽകിയ യുവത്വത്തെ കുറിച്ച് ചോദിക്കാതെ കാലുകൾ ചലിക്കില്ല. നിന്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു പറയാൻ കഴിയണം. അല്ലാഹുവേ എന്റെ എനർജി, അല്ലാഹുവേ എന്റെ യുവത്വം, അല്ലാഹുവേ എന്റെ എല്ലാം നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ. ഇന്നല്ലാഹു അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. സ്വർഗം പകരം തരാമെന്ന കണ്ടീഷനിൽ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സമ്പത്ത്. മഹാനായ ഒരു സഹാബി യുദ്ധരംഗത്ത് പടപൊരുതി കൈവാളുകൊണ്ട് ഛേദിക്കപ്പെട്ട് ചെറുവിരലിൽ അദ്ദേഹത്തിന്റെ കൈ തൂങ്ങി നിന്നു. ചെറുവിരലിൽ കാലിന്റെ അടിയിൽ വെച്ചതങ്ങ് പറച്ച് സ്വർഗത്തിന്റെ മണം വരുന്നു എന്ന് പറഞ്ഞ് ഓടി സ്വർഗത്തെ പോകുക. 80ലധികം വെട്ടുകൾ ഏറ്റുവാങ്ങിയ, വലത് കൈ ഛേദിക്കപ്പെട്ട് ഇടത് കൈയിൽ കൊടി മാറ്റിപ്പിടിച്ച, ഇടത് കൈ ഛേദിക്കപ്പെട്ട് നെഞ്ചിലേക്ക് കൊടി മാറ്റിപ്പിടിച്ച, യൗവനം മുഴുവനും നശിച്ചു പോകുമായിരുന്ന സൗദി അറേബ്യയിലെ, അറബ് രാജ്യത്തിലെ ആ അറേബ്യൻ ജനതയെ പ്രവാചകൻ മാറ്റിയെടുത്തത് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിക്കൊണ്ടാണ്. നിങ്ങളോട് ചോദിക്കൂ, നിങ്ങൾക്ക് നിങ്ങളെ ഉപകാരപ്പെട്ടുവോ? നിങ്ങളൊരു നല്ല മകനായിരുന്നുവോ? നിങ്ങളൊരു നല്ല ഈ കാക്കയായിരുന്നുവോ? അനുജത്തിക്ക് സ്നേഹം വിളമ്പുന്ന നല്ലൊരു ഈ കാക്കയായിരുന്നുവോ? ജ്യേഷ്ഠനോട് മര്യാദയോടുകൂടി പെരുമാറുന്ന നല്ലൊരു ജ്യേഷ്ഠ അനുജനായിരുന്നുവോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ്, നമുക്ക് അല്ലാഹു നൽകിയ സമയം, ഇതെല്ലാം വളരെ പ്രധാനമാണ്. നിഅമത്താനി മഅബൂനൻ ഫീഹിമാ കസീറും മിനൻ നാസ്. മനുഷ്യരിൽ അധിക ആളുകളും അധിക ജനങ്ങളും വഞ്ചിതരാണ്, അധിക ജനങ്ങളും വഞ്ചിതരാണ്. നിഅമത്താനി മഅബൂനൻ ഫീഹിമാ കസീറും മിനൻ നാസ്. ജനങ്ങളിൽ അധിക ആളുകളും. നിങ്ങൾ ഓർത്തു നോക്കൂ, ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമയം നിങ്ങൾ എത്രത്തോളം നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. പാവപ്പെട്ടവന് ഒരുപിടി ഭക്ഷണം നൽകാൻ, പ്രയാസപ്പെടുന്നവന്റെ കണ്ണീരൊപ്പാൻ, എത്ര വലിയ സമ്പത്താണ് മൊബൈൽ ചെയ്ത് ചെലവഴിക്കുന്നത്. 30,000 രൂപയുടെ മൊബൈൽ ഉപയോഗിക്കുക വഴി നീ എന്ത് നേടി? നിനക്ക് എന്ത് പ്രയോജനമുണ്ടായി? ഒരു പിടി തിന്മയില്ലാതെ, ഒരു പിടി വേദനകളില്ലാതെ, കാമുകനെ ഓർത്ത് കരഞ്ഞ് അങ്ങ് ഫാനിന്റെ അവിടെ കയറുകെട്ടി തൂങ്ങി മരിക്കുന്ന ഈ ജീവിതമാണോ നമ്മുടെ ജീവിതം? ഇതിനപ്പുറത്തൊരു ലക്ഷ്യമില്ലേ? ഇതിനപ്പുറത്ത് മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് ആലോചിക്കണം. ഖബറിലേക്കുള്ളൊരു യാത്രയുണ്ട് നമുക്ക്. അതെ, പൊട്ടാമി മുൻതുള്ളി പിൻചോരക്കട്ട, പിന്നെ നീ കാട്ടം ചുമന്നൊരു കൊട്ട, പെട്ടാല് ചത്തയിച്ച ഗേമല്ല പൊട്ട, പറവിനുടയലിൻ ബഹുമാനം പൊട്ട എന്ന് സുജായി മൊയ്തുമൊലി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ മിനുക്കി തെളിച്ച് നീ കൊണ്ടു നടക്കുന്ന നിന്റെ ശരീരമില്ലേ കറുത്ത വണ്ടുകൾക്ക് കാർന്നു തിന്നാൻ ഖബർ
കബറിൽ നിന്റെ കണ്ണുകളിലൂടെ പുഴക്കുന്ന, നിന്റെ ശരീരം ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥ നിനക്ക് വരാനുണ്ട്. പെട്ടാലോ ചത്തിച്ച ഗേമല്ലപ്പെട്ട നീ എങ്ങാനും മരിച്ചുപോയാൽ കേവലം ഒരു മയ്യത്തല്ലേ പൊട്ടാ നീ എന്തുകൊണ്ട് നിന്റെ ആരോഗ്യത്തെക്കുറിച്ച്, നിന്റെ ശരീരത്തെക്കുറിച്ച് നീ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഒന്ന്, ഖബറിൽ നീ ഒറ്റക്കാണ് എന്ന് നീ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? അതേ, ലോകത്തിലെ ഏറ്റവും വലിയ, ഞാനൊക്കെ എപ്പോഴും ആലോചിച്ചൊരു കാര്യം, നമ്മുടെ ബാപ്പ മരിച്ചാൽ, നമ്മുടെ ഉമ്മ മരിച്ചാൽ, നമുക്ക് പ്രിയങ്കരായ നമ്മുടെ ഉമ്മ മരിച്ചാൽ പള്ളിക്കാട്ടിലെത്തും നമ്മൾ ഉണ്ടാവും. ഷുവർ, ആ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ അവരെ കൊണ്ടുപോയി നമ്മൾ ഖബറടക്കും, അല്ലേ? ബാപ്പാക്ക് വേണ്ടി ഗദ്ഗത കണ്ഠനായി നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ കരയും, ബാപ്പാക്ക് വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തും, എല്ലാം നമ്മൾ ചെയ്യും, അല്ലേ പ്രിയപ്പെട്ടവരെ? പക്ഷെ ഒരു കാര്യം, ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ കാലുകൾ അവിടെ നിശ്ചലമാകുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. ബാപ്പ മരിച്ചാൽ ബാപ്പയുടെ മയ്യത്ത് പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ തിരിച്ചു നടക്കുകയായി. വേദനകൾ ഒരുപാടുണ്ടായിരുന്നു, അല്ലേ? ഇന്നലകളെ ഓർക്കുമ്പോ എനിക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ ബാപ്പയുടെ കാൽപാദങ്ങൾ നമ്മൾ ഓർത്തിരുന്നു. മകനെ തലോടിയ ബാപ്പയുടെ കൈകൾ നമ്മൾ ഓർത്തിരുന്നു. ബാപ്പ എന്ന യുവാവ് നമ്മളെ താലോലിച്ചത് നമ്മൾ ഓർത്തിരുന്നു. ബാപ്പാന്റെ നെഞ്ചിന്റെ ചൂടേറ്റു വളർന്ന കാലം നമ്മൾ ഓർത്തിരുന്നു. വാർദ്ധക്യത്തിൽ മരിച്ച ആ ബാപ്പയുടെ മയ്യത്ത് 6 അടി മണ്ണിലെ പള്ളിക്കാട്ടിലേക്ക് ഇറക്കി വെക്കുമ്പോ, മോനെ നീ ഓർത്തിട്ടുണ്ടോ? നീ എന്ന എഞ്ചിനീയർ, നീ എന്ന ഡോക്ടർ, നീ എന്ന ബിസിനസ്സുകാരൻ, നീ എന്ന പ്രബോധകൻ, നിന്നെ വളർത്തിയാളാക്കുന്നതിൽ നിന്റെ ബാപ്പ കേട്ട മേലുദ്യോഗസ്ഥന്മാരുടെ ആട്ടും തുപ്പും അറിയാതെ മാതാപിതാക്കളുടെ കോപം സമ്പാദിച്ചവരാണ് നമ്മൾ. ഉമ്മ എന്ന മഹാസൗഭാഗ്യത്തെ തിരിച്ചറിയാത്തവരാണ് നമ്മൾ. ആ പൊക്കുളുക്കൊടി ബന്ധം വിച്ഛേദിച്ച് ആ ഉമ്മയോട് കോപാകുലനായി പെരുമാറി, ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി, ഉമ്മയെ മറച്ചു തള്ളിയിട്ട് യുവത്വത്തിന്റെ സകല ചാബല്യങ്ങളും പേറി യാത്ര ചെയ്യുമ്പോ ഓർത്തില്ല 6 അടി മണ്ണിലെ പള്ളിക്കാട്ടിലെ അതേ ഇത് മാറ്റൽ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ഈ മണ്ണിൽ കഴിച്ചു കൂട്ടേണ്ടവനാണ് നീ. ആ ഓർമ്മ നമുക്കുണ്ടായിട്ടുണ്ടോ? ആ ഓർമ്മ ഈ പ്രോഫ്കോണിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുണ്ടാവും. എന്തിനാ പോണത് എന്നൊരു പക്ഷേ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടാവും. എന്താ അവിടെ കിട്ടാൻ എന്ന് ചിന്തിക്കണം. എന്ത് കിട്ടി എന്നത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല. എന്ത് നിങ്ങൾക്ക് കിട്ടി എന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് പൂരിപ്പിക്കേണ്ടതാണ്. ഒരു കാര്യം എല്ലാവരും ഓർക്കണം, ഒറ്റക്ക് ഖബറിൽ ആ യാത്രയിൽ നമ്മൾ ചെയ്ത അമലുകൾ മാത്രം നമ്മളോടൊപ്പം ഉണ്ടാകുന്ന. ഇന്നലെ രാത്രിയിലെ ക്ലാസ് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? മഹാനായ ഒരു സ്വഹാബിയുടെ, ആ സ്വഹാബി അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരനായ സ്വഹാബി, ആ സ്വഹാബിക്ക് പോലും ഖബർ അവനെ ഇടുക്കിക്കളയും. നിങ്ങളുടെ വാരിയല്ലുകൾ കോത്തുകെട്ടും. നിങ്ങൾക്ക് ആ വേദന സഹിക്കാനാവില്ല. മാലാഖമാരുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെയുണ്ട്, അതിന് നിങ്ങൾക്ക് താങ്ങാനാവില്ല. അതിനോളം വിശാലമായ ഒരു ചോദ്യവും നിങ്ങൾക്ക് വേറെ വിവരിക്കാൻ ഈ ദുനിയാവിലുണ്ടായിരുന്നില്ല. അതേ, അള്ളാഹു പറഞ്ഞല്ലോ, നിന്റെ വിചാരണ മനുഷ്യന്റെ കൈകളിൽ, ഒരു കിതാബ് വെളിയിലെടുത്ത് മനുഷ്യന്റെ കൈകളിൽ തരും. ഉറപ്പ്, ആ മനുഷ്യന്റെ കൈകളിൽ ഒരു കിതാബ് നൽകുമ്പോ ആ കിതാബിനോട് അല്ല പറയും, ഇഖ്റ, വായിക്കുമോനെ നീ. ഓരോ വ്യക്തികളും ഈ കസേരയിൽ നിങ്ങൾ ഓരോരുത്തരിക്കുന്ന പോലെ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ജീവിച്ച കാലയളവിലെ ഒരു മഷിയും മാഞ്ഞു പോകാത്തത് നിങ്ങളുടെ മുമ്പിൽ തരും. ഉറപ്പാണ്, അത് തരും. അന്ന് രേഖകൾ ഉണ്ടാവും. ഉമ്മാനെ നിന്ദിച്ചത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഉപ്പാനെ കണ്ണുനീര് കുടിപ്പിച്ചത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ നിസ്സാരമെന്ന് വിചാരിച്ചത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഒരുപക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പർണശാലയിൽ ഭക്തി നിർഭരമായി ആരാധിച്ച ജുറൈജ്, അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത ജുറൈജ്, അള്ളാനെ മാത്രം ഓർത്ത ജുറൈജ്, ആ ജുറൈജ് പോലും മാതാവിന്റെ ശാപത്തിന് വിധേയമായി. മോനെ ജുറൈജ്, മോനെ ജുറൈജ്, മോനെ ജുറൈജ് എന്ന് ഭക്തനായ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാനെ ഓർക്കുന്ന, അള്ളാനെ ആരാധിക്കാൻ വേണ്ടി മാത്രം ഉയർന്നിട്ട ഒരു ജീവിതത്തിന് പോലും ഉമ്മയുടെ വിളി കേൾക്കാത്തതിന്റെ പേരിൽ ശാപമേൽക്കുകയുണ്ടായി. എങ്കിൽ ക്രിക്കറ്റിന്റെ മുമ്പിലിരുന്ന്, സിനിമയുടെ മുമ്പിലിരുന്ന് സെക്സ് ആസ്വദിച്ച് കാമിയുടെ കൂടെ ചുറ്റി ഉമ്മ നിന്നെ വിളിച്ചിരുന്നു ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ. ഉമ്മ നിന്നെ വിളിച്ചിരുന്നു. അതേ, നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ മുമ്പത്തെ റമദാനിൽ ഒരു 40-കാരൻ എന്റെ അടുത്ത് വന്ന് എന്റെ കൈ പിടിച്ച് പൊട്ടി കരയുകയാണ്.
കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അതേ, ഞാനൊരു കാര്യമോർത്ത്, എന്റെ ഉമ്മ ക്യാൻസർ രോഗിയായിരുന്നു, എന്റെ ഉമ്മ മരിച്ചുപോയി, എന്റെ ഉമ്മയുമായി എനിക്ക് ചില പണക്കങ്ങൾ ഉണ്ടായിരുന്നു. റമദാനിൽ ഉമ്മയെ ശ്രദ്ധിക്കാതെ, നോമ്പ് നോറ്റ് എന്റെ ഉമ്മയെ പരിഗണിക്കാതെ ഞാൻ നോമ്പ് നോൽക്കാതെ അങ്ങാടിയിൽ പോയി കളിച്ചു ചിരിച്ചു. വൈകുന്നേരം ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ വന്നപ്പോ നോമ്പുകാരിയായ എന്റെ ഉമ്മ ഒരു വെള്ളവുമില്ലാതെ ഇരിക്കുകയാണ്. നോമ്പ് തുറക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. എന്റെ ഉമ്മ ആകെ വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഉമ്മ എന്റെ പിന്നാലെ എടാ എന്ന് പറഞ്ഞു വന്നപ്പോ, എന്നെ പിടിച്ചപ്പോ ഞാൻ ഉമ്മാന്റെ കൈത്തണ്ട കടിച്ചു മുറിച്ചു. എന്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ചോരയൊലിച്ചു. അന്ന് എനിക്ക് വിവരമുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് എന്റെ ഉമ്മ ക്യാൻസർ ബാധിച്ചു മരിച്ചു. ഉസ്താദേ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? ഉസ്താദേ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? വല്ലാത്തൊരു ചോദ്യം, വല്ലാത്തൊരു ചോദ്യം. തിരുത്താൻ അവസരമില്ല മക്കളെ, തിരുത്താൻ അവസരമില്ല. ഉമ്മയെ അന്ന് വിളിച്ചേക്കാം, ഉപ്പയെ അന്ന് വിളിച്ചേക്കാം. ഉപ്പ പറയും, മോനെ നിനക്ക് ഈ വിദ്യാഭ്യാസം വേണ്ട. ഉമ്മ പറയും, മോനെ ഈ വേഷം നിനക്ക് വേണ്ട. ഉമ്മ പറയും, മോനെ ആസ്വദിച്ച് ഇങ്ങനെ കിടന്നുറങ്ങണ്ട, നാളെ ഒരു ജീവിതമുണ്ട്. അതെ, തമ്പേ തള്ളേ, നിങ്ങൾ എന്നോട് പരലോകം പറയുകയോ സ്വർഗം പറയുകയോ നരകം പറയുകയോ തന്റെ തള്ളേ. അതേ, ഖുർആനിലെ 46-ാം അധ്യായം 15-ാമത്തെ വചനമാണ്. അത് വരാൻ പോകുന്നു, അതൊക്കെ നമ്മളെ സമീപിക്കാൻ പോകുന്നു. അതിനിടയിൽ നാം തിരിച്ചറിയുന്നു നമ്മുടെ ജീവിതത്തെ, അതിനിടയിൽ നാം തിരിച്ചറിയുന്നു നമ്മുടെ ജീവിതത്തെ, അതിനിടയിൽ നാം വിലയിരുത്തുന്നു നമ്മുടെ ജീവിതത്തെ. ആ ജീവിതം വിലയിരുത്തുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം, എനിക്ക് നന്നാകാൻ കഴിയുമോ? എനിക്ക് നന്നാകാൻ കഴിയുമോ? ഓരോ പ്രോഫ് കോണുകളും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അത് നിങ്ങൾ ഇറങ്ങൂ, നിങ്ങൾ ഇറങ്ങൂ, നന്നാകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ നന്നാക്കാൻ ആരുമില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുതി വെച്ചൊരു വചനം ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയാറുണ്ട്. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അല്ലാഹു മാറ്റുകയില്ല. എനിക്കൊന്നേ നിങ്ങളോട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളൂ, ഞാനും നിങ്ങളും ഏത് നിമിഷവും മരിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഓർക്കണം എന്ത് ചെയ്തു എന്ന്. നമ്മളെ പറ്റി ഇമാം നവവിയുടെ പ്രായം വളരെ കുറവായിരുന്നു. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, എന്താ കുടുംബബന്ധം ചേർത്താൽ ആയുസ് കൂട്ടിക്കിട്ടുമെന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? അതിനുള്ള വിശദീകരണം ഇമാം നവവിയെ പോലെയുള്ളവരുടെ വിശദീകരണം, ആയുസ് നീട്ടിക്കിട്ടുമെന്ന് പറഞ്ഞാൽ നന്മ ചെയ്ത് ജീവിച്ചവൻ 40 വയസ്സിൽ മരിച്ചാലും 400 വർഷം അവനെപ്പറ്റി മഹത്വം പറഞ്ഞുകൊണ്ടേയിരിക്കും ലോകം. നിങ്ങൾക്ക് 120 വയസ്സുണ്ടായാലും നാഷണൽ വേസ്റ്റ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ആരും പറയില്ല. നമ്മ കാത്തിരിക്കുന്ന മതതീവ്രവാദികളുണ്ട് ഒരുപാട് ഭാഗത്ത്. മതം ഉപയോഗിച്ച് നമ്മെ നശിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ കാടുകയറിയ ചിന്തകളുമായി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഊടുവഴികളിൽ. റസൂലുള്ള വരച്ച ഒരു വര, ആ ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഒരു വര വരച്ചു, ഇടത്തോട്ടും വലത്തോട്ടും പല വരകളും വരച്ചിട്ട് പറഞ്ഞു, ഇതാ ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇതാണ് നേരെ ചൊവ്വായ വഴി, ഇതിലൂടെ നിങ്ങൾ ചലിക്കണം, ഇടതു ഭാഗത്തോട്ടും വലതു ഭാഗത്തോട്ടും തെറ്റിപ്പോകരുത്, പിശാചുക്കൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളും പെട്ട എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, മയക്കുമരുന്നുകളുടെ, ചിന്മകളുടെ, അധർമ്മങ്ങളുടെ 8 വയസ്സുകാരൻ പോലും മദ്യപിച്ച് മരിച്ച കേരളത്തിന്റെ മണ്ണിൽ, 55 കോടി കുടിച്ചു കൊലച്ച കേരളത്തിന്റെ മണ്ണിൽ, സഹോദരങ്ങളെ നാം ഓർക്കുക, ഒരു പുതിയ ജീവിതത്തിന് ലോകം കാതോർക്കുന്നുണ്ട്. ഒരു പുതിയ യുവത്വത്തിന് ജീവിതം കാതോർക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ, ആസ്വാദനത്തിന്റെ, ആശ്വാസത്തിന്റെ തെളിമയാർന്ന ഒരു ജീവിതം നമ്മളോട് ലോകം ആവശ്യപ്പെടുന്നുണ്ട്. സർവശക്തനായ പടച്ചതമ്പുരാൻ അത്തരമൊരു ജീവിതത്തിലേക്ക് ഒരു ചൂണ്ടുമലക ഈ മഹാസമ്മേളനം ആകുമാറാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. എന്റെ അനുജന്മാരോട്, അനുജത്തിമാരോട് ഒരു ഉപദേശം, ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ പിരിയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണ്? ഇവിടെ വന്ന് നിങ്ങൾക്ക് കിട്ടി നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നിയോ? ഇത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയോ? എങ്കിൽ കർമ്മനിരതമായ ഒരു യൗവനത്തിന്, ഒരിക്കലും പൊലിഞ്ഞു പോകാത്ത ഒരു യൗവനത്തിന് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തി അബൂ ഹുറൈറയെ പോലെ, അതുപോലെ തന്നെ അബൂദർ സ്വന്തം ഉമ്മയോടും അനുജനോടും ഇത് കിട്ടിയ ഉടനെ മക്കത്ത് നോടി ആ വീട്ടിൽ പോയി പറഞ്ഞല്ലോ, ഉമ്മ ഒരു വെളിച്ചം കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതേ, പ്രോഫ് കോണിൽ നിങ്ങൾ ഓടണം. ഇവിടെ പങ്കെടുത്ത ഓരോ അമുസ്ലിമും, ഓരോ ക്രിസ്ത്യാനിയും, ഓരോ മുസ്ലിമും, ഏത് പട്ടിയിൽപ്പെട്ടവനും ഓടണം നിങ്ങളുടെ വീടുകളിലേക്ക് അബൂദർ ഓടിയതുപോലെ. എന്നിട്ട് ഉമ്മയെയും അനുജനെയും കൂട്ടി തൊട്ടടുത്ത വീടുകളിലൊക്കെ കയറണം. ഗിഫാർ ഗോത്രം കയറിയിറങ്ങിയ പോലെ അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. അസ്ലം ഗോത്രം ഇസ്ലാം സ്വീകരിച്ചു. അതിനെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത്, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ജിഹാദ്
മനുഷ്യന്റെ മനസ്സിൽ ധർമ്മബോധം ഉണ്ടാക്കി കൊടുക്കൽ, കൂട്ടായ്മയുണ്ടാക്കൽ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഫ്കോണിന്റെ പിന്നിൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ അനുഭവിച്ച്, പ്രയാസങ്ങൾ അനുഭവിച്ച്, ഇതിനു വേണ്ടി ത്യാഗം അനുഭവിച്ച വലിയൊരു സമൂഹമുണ്ട്. അള്ളാഹുർക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. എന്റെ അനുജന്മാരെ, എന്റെ അനുജത്തിമാരെ, ഇത് ആവേശം നെഞ്ചിലേറ്റി നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക്, കോളേജുകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക്, നിങ്ങളുടെ നാടുകളിലേക്ക് ഏറ്റവും നല്ല മാതൃകകളായി ഒരു പുതിയ ജീവിതം പോലെ പീപ്പ് പൊട്ടി പുറത്തു വരുന്ന ചിത്രശലഭങ്ങളെ പോലെ നിങ്ങൾ കടന്നു ചെല്ലൂ, നിങ്ങളുടെ നാടിന് നന്മ പകരാൻ. അതിന് ഈ മഹാസമ്മേളനം ഉപകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.